My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് പ്രോഫിറ്റ് ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളുടെ ലിമിറ്റഡ് കമ്പനിയിലെ പ്രോഫിറ്റ് സാലറി ആയിട്ടോ ഡിവിഡൻഡ് ആയിട്ടോ ഡയറക്ടേഴ്സ് ലോൺ ആയിട്ടോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഏതാണ് കൂടുതൽ ടാക്സ് ഫേവർ എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ടാക്സ് പ്ലാൻ ചെയ്യുവാനും ഡിവിഡൻഡ് എടുക്കണോ അല്ലെങ്കിൽ സാലറിയാണോ അല്ലെങ്കിൽ കമ്പനിയിൽ തന്നെ ആ പ്രോഫിറ്റ് നിലനിർത്തണോ, ടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്യുകയും ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യാം. സാലറി 12,570 വരെയും ടാക്സ് ഫ്രീ ആണ്. ഡിവിഡൻഡ് അലവൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇതുകൂടാതെ തന്നെ നിങ്ങളുടെ മറ്റ് ഇൻകം, നിങ്ങളുടെ സ്പൗസിൻ്റെ ഇൻകം, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് സാലറിയും ഡിവിഡൻറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് കോർപ്പറേഷൻ ടാക്സ് കൊടുത്തതിന് ശേഷം ഡിവിഡൻഡ് എടുക്കാതെ നിങ്ങൾക്ക് റിസർവായിട്ട് കീപ്പ് ചെയ്യുകയും വരും കാലങ്ങളിൽ നിങ്ങൾക്ക് മറ്റ് ഇൻകം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുകയും അങ്ങനെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഇൻകം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഹയർ ടാക്സ് പെയർ ആണെങ്കിൽ ഡിവിഡൻഡ് എടുക്കുന്നത് വഴി കൂടുതൽ ടാക്സ് നഷ്ടമാകുകയും അത് നിങ്ങൾക്ക് കമ്പനിയിൽ തന്നെ റിസർവ് ചെയ്യാനുള്ള അവസരമുള്ളപ്പോൾ ഡിവിഡൻഡ് പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് ടാക്സ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്പൗസിൻ്റെ സാലറി, മറ്റ് അലവൻസുകൾ എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരു വർഷത്തിൽ നിങ്ങളുടെ മൊത്തത്തിൽ എത്ര സാലറി ഉണ്ട്, അത് ഡിവിഡൻഡ് ആയിട്ടോ സാലറി ആയിട്ടോ എടുക്കുന്നതാണോ, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഫേവറബിൾ, ഇത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ സ്പൗസിൻ്റെ ഇൻകവും മറ്റും കൺസിഡർ ചെയ്തിട്ട് ആയിരിക്കണം. നിങ്ങളുടെ ഡിവിഡൻഡ് 1,00,000 കൂടുതലാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ 60% വരെയും ടാക്സ് കൊടുക്കേണ്ടി വരും. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ലിമിറ്റഡ് കമ്പനിയുടെ പ്രോഫിറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുകയും അങ്ങനെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും മറ്റ് ടാക്സ് സേവിങ് സ്കീമിലൂടെ നിങ്ങളുടെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യുകയും ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് പ്രോഫിറ്റ് ടാക്സ് പ്ലാനോടുകൂടി ഡിവിഡൻഡോ സാലറിയോ ഡയറക്ടേഴ്സ് ലോണോ മറ്റ് എംപ്ലോയ്മെൻറ്റ് അലവൻസുകൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സ്പൗസിൻ്റെ സാലറിയും മറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻകവും കൺസിഡർ ചെയ്ത് കൃത്യമായ ടാക്സ് പ്ലാനിങ്ങിലൂടെ പ്രോഫിറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കും. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്ക് UK ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുവാനും ടാക്സ് ആൻഡ് ബിസിനസ് അഡ്വൈസ് കിട്ടുന്നതിന് സൗകര്യമുണ്ടായിരിക്കും. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.